പണ്ട് കാലത്ത് നല്ല മഴയുള്ള സമയത്ത് ഇടി വെട്ടി മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല വെളുത്ത കൂണുകൾ പൊട്ടിമുളച്ച് വരാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമുക്കതുപോലെയുള്ള കൂണുകൾ കിട്ടാറില്ല. പക്ഷേ വ്യാപകമായിട്ട് കൂൺ കൃഷി ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള കൂണുകൾ വാങ്ങിച്ചെടുക്കാം. ഇങ്ങനെയുള്ള കൂണുകൾ എങ്ങനെയാണ് നന്നായി കറി വെക്കുന്നത് എന്ന് നോക്കാം. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി ഇവയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയതും ചേർത്ത് നന്നായി മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനിടയിൽ വീണ്ടും ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വാടി വരുമ്പോൾ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2 തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൂൺ ചേർക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക്